ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥത അമേരിക്കയിലും പുറത്തും വൻ വിവാദത്തിലായി. യുഎഇയിലെ ഇസ്രയേലി സാന്നിധ്യം സംബന്ധിച്ച് അമേരിക്കൻ സ്ഥാനപതികളുടെ വെളിപ്പെടുത്തലും ചർച്ചയാകുന്നു. ഇസ്രയേൽ ഗൾഫ് നാടുകളുമായി കൂടുതൽ ബന്ധം വയ്ക്കുമെന്നുള്ള വാർത്തകൾ വരുമ്പോൾ വി.പി. ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് വി.പി. ജെയിംസ്. എന്തൊക്കെയാ വി.പി. ഈ നാട്ടിൽ നടക്കുന്നത്? ഈ ലോകത്തിലെ വലിയ ആളാവാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ, ഇറാൻ, അമേരിക്ക, അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒരുപക്ഷെ ട്രംപിന്റെ വിശ്വസ്ത സുഹൃത്തായിട്ടുള്ള അവിടുത്തെ സൈനിക മേധാവി അസിം മുനീറും പലതും മോഹിച്ചിരുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഇടപെടലിൽ പ്രശ്നങ്ങൾ തീർന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വൻ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, ഇറാന്റെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ എയർബേസിൽ ഒളിപ്പിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു എന്ന അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വലിയ വിവാദമായിരിക്കുകയാണ്. അമേരിക്കയുടെ ഭരണകക്ഷിയായ ട്രംപിന്റെ പാർട്ടിക്കാരനായ ലിൻസെ ഗ്രഹാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇറാന് ഒളിത്താവളം ഒരുക്കിയവരാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കിയിരിക്കുന്നു. മറു ഭാഗത്ത് SKN അമേരിക്കയ്ക്ക് എതിരെ പോലെ തന്നെ ഇറാനും അവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ വലിയ തരത്തിലുള്ള വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ UAEയിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ UAE ഇറാന്റെ മിസൈലുകൾ തടയാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, ഇറാനിൻ്റെ എതിർക്കാനായി ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട സൈനിക വിദഗ്ധർ UAEയിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഈ തരത്തിൽ വാർത്തകൾ ഇറാൻ നേരത്തെ ആരോപിച്ചെങ്കിലും UAE നിഷേധിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയുടെ സ്ഥാനപതിമാർ, ഇസ്രായേലിലെ സ്ഥാനപതി മൈക്ക് ഹക്ബി, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ US-ന്റെ സ്ഥാനപതി മൈക്ക് വാട്സ്, രണ്ടുപേരും ആധികാരികമായി പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ സാന്നിധ്യം UAEയിലുണ്ട്. UAE ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഗൾഫ് രാജ്യങ്ങൾ വലിയ ചർച്ചയായിരിക്കുന്നു. പക്ഷേ ഇതിനെ എതിർത്തിട്ട് കാര്യമില്ല. SKN 2020 എബ്രഹാം ഉടമ്പടിയിൽ ആദ്യം ഒപ്പിട്ട രാജ്യമാണ് UAE. അപ്പോൾ UAEയും ഇസ്രായേലും തമ്മിൽ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് അവർ പരസ്പരം പങ്കുവയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സൗദി അറേബ്യ അതിൽ ചേർന്നിട്ടില്ല. പക്ഷേ ബഹ്റിൻ, സുഡാൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ അതിൻ്റെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നങ്ങളെ കാണേണ്ടി വരും. എന്തായാലും പാകിസ്ഥാൻ വലിയ തരത്തിൽ പ്രശ്നത്തിലാണ്. UAEയിലെ ഈ ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.